ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ആരോഗ്യത്തിനായി ഒന്നിക്കാം. നാളെ ലോകാരോഗ്യ ദിനം. ആരോഗ്യത്തോടെ ഇരിക്കുക എന്നത് തന്നെയാണ് ഓരോ മനുഷ്യന്റെയും പ്രാഥമികമായ ലക്ഷ്യം. ആരോഗ്യമുള്ളപ്പോൾ മാത്രമേ മറ്റെല്ലാ സന്തോഷങ്ങളും പൂർണ്ണമാകുകയുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ആരോഗ്യം. ഒരു വ്യക്തിയുടെ ശാരീരിക, മാനസിക, വൈകാരിക ക്ഷേമം വരെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. രോഗം പിടിപെട്ട ശേഷം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ കൈവിട്ടുപോയത് തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല. ഈ പ്രാധാന്യം മുൻനിർത്തിയാണ് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളിൽ അവബോധം ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഈ ദിവസം ആരോഗ്യ ദിനമായി ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത്. ആരോഗ്യത്തിനായി ഒന്നിക്കാം, ശാസ്ത്രത്തോടൊപ്പം നിലകൊള്ളാം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത്ത കെ.പി. ആരോഗ്യത്തിന് ഒന്നിച്ച് നമുക്ക് ശാസ്ത്രത്തിനൊപ്പം നിലകൊള്ളാം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടീമിൻ്റെത്. അത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ പല അസുഖങ്ങളും വരുമ്പം തെറ്റായ പ്രചരണത്തിലൂടെയും തെറ്റായ വാർത്തകളുടെ അടിസ്ഥാനത്തിലും പല ദുഷ്പ്രചരണങ്ങളും നമുക്ക് നടന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ പ്രചരണത്തിലൂടെ നമ്മൾ രോഗത്തെക്കുറിച്ചുള്ള ഇത് ഇതാവാൻ പാടില്ല. പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ള ശാസ്ത്രത്തിനുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. അതായത് നമുക്കിപ്പോൾ തെറ്റായ പ്രചരണങ്ങൾ അത് ചെറുക്കണമെങ്കിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടാവണം. ഏതെങ്കിലും ഒരു അസുഖത്തെക്കുറിച്ച് പറയുമ്പം പല വേർഷനിൽ നിന്നും പല റിപ്പോർട്ടുകളും നമുക്ക് വരും, വാട്സപ്പിൽ പല മെസ്സേജസും വരും. പക്ഷെ അതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിപ്പ നമ്മൾ എടുത്തു, അത് ശാസ്ത്രീയമായിട്ട് അതിന്റെ വശങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഫസ്റ്റ് നിപ്പ കേസ് വന്ന സമയത്ത് അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റേറ്റിൽ ഒരു ഗൈഡ് ലൈൻസ് ഇറക്കുകയും അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പക്ഷിപ്പനി ആവട്ടെ അല്ലെങ്കിൽ ഒരു നിപ്പ ആവട്ടെ, ഇതിനൊക്കെ നമുക്ക് മനുഷ്യരുടെ ആരോഗ്യം മാത്രമല്ല അതിനകത്ത് മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും എല്ലാം പരസ്പരം ബന്ധമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതൊരു ഇത് വരുമ്പോഴും ഒരു വൺ ഹെൽത്ത് അപ്രോച്ചിന്റെ രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇൻവോൾവ് ചെയ്തപ്പോൾ റേബീസ് ഒക്കെ കേസ് വന്നു കഴിഞ്ഞാൽ, ഒരു പട്ടികടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ആ കേസ് വരുന്ന സമയത്ത് നമ്മൾ ആ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഏകോപിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും നമ്മളൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ അതിനകത്ത് വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ നമ്മൾ പകരുക, വ്യാജ പ്രചരണങ്ങൾ നമ്മൾ തടയുക. പിന്നെ അതേമാതിരി തന്നെ പല അസുഖങ്ങൾ വരുമ്പോഴും നമ്മൾ സാംക്രമിക രോഗങ്ങളൊക്കെ പ്രത്യേകിച്ച് നമുക്ക് തടയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ശുചിത്വ ശീലങ്ങൾ, ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും കൈ കഴുകലിനെ കുറിച്ചും പറയും, മാസ്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയും, ശുദ്ധമായ വെള്ളം കൊടുക്കുന്നതിനെ കുറിച്ച് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി തന്നെ ഇതാക്കിയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ആളുകൾക്ക് അത് മെസ്സേജ് കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. അതിലൂടെ മാത്രമേ നമുക്കത് പ്രചരിപ്പിക്കാൻ സാധിക്കുള്ളൂ. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ ആകട്ടെ, മാലിന്യങ്ങൾ കൂമ്പാരം കൂടി വലിച്ചെറിയുക, അല്ലെങ്കിൽ നമ്മൾ ഉള്ള മരങ്ങളൊക്കെ വെട്ടിയിതാക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന മാതിരി ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ പറയുന്ന പല അസുഖങ്ങളും നമുക്കിപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് ശാസ്ത്രീയമായിട്ട് പകർന്നു തരുന്ന അറിവിലൂടെ മാത്രം നമ്മൾ ആരോഗ്യരംഗത്ത് ഒരു ഭാവി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ള സന്ദേശം. ആരോഗ്യമെന്നത് പൂർണ്ണമായ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ക്ഷേമത്തിന്റെ അവസ്ഥയായി നിർവചിക്കാം. ഇത് രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനുള്ള ദൈനംദിന ഉപദേശങ്ങളും പ്രതിരോധ നടപടികളും പാലിച്ചുകൊണ്ട് ശരീരത്തെ പരമാവധി പരിപാലിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു. സന്തോഷം അനുഭവിക്കുന്നതിൽ ആരോഗ്യത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. കാരണം രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. നല്ല ആരോഗ്യത്തിൽ ജീവിക്കാൻ നല്ല ഭക്ഷണം കഴിക്കുക, പതിവായി വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക, സമ്മർദ്ദം നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണ്.
രോഗിയായതിനു ശേഷം ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിലും എത്രയോ ഭേദമാണ് രോഗം വരാതെ കാത്തുസൂക്ഷിക്കുന്നത്. ആരോഗ്യകാര്യത്തിൽ മുൻകൈയെടുക്കുന്നതിന് ധാരാളം ഗുണങ്ങളുണ്ട്. രോഗങ്ങളെ ചെറുക്കുന്നതിലൂടെ ഈ ഗുണങ്ങളെല്ലാം ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നു. ആരോഗ്യകാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൊടുത്താൽ ദീർഘായുസ്, മികച്ച ജീവിത നിലവാരം, വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി, അനാവശ്യ ആശുപത്രി ചെലവ് ഒഴിവാക്കൽ തുടങ്ങിയ നേട്ടങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാം. ഏറ്റവും പ്രധാനമാണ് നല്ല ഭക്ഷണക്രമം. സമീകൃതമായ ആഹാരം കഴിക്കുന്നത് നല്ല ആരോഗ്യം നിലനിർത്താൻ ഏറെ സഹായിക്കും. പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീനുമുള്ള ആഹാരങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ആരോഗ്യകരമല്ലാത്ത പാനീയങ്ങളും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദിവസവും 30 മിനിറ്റ് വ്യായാമത്തിനായി മാറ്റിവെക്കുക. ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കണം. കൃത്യമായ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദിവസവും രാത്രി 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കേണ്ടത് ഏറെ പ്രധാനമാണ്. സമ്മർദ്ദം കുറയ്ക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. യോഗ, മെഡിറ്റേഷൻ, പ്രകൃതിയുമായി സമയം ചെലവഴിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. വർഷത്തിലൊരിക്കൽ കൃത്യമായ ചെക്കപ്പുകളും നടത്തണം. എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ മരുന്നുകളും മുൻകരുതലുകളും സ്വീകരിക്കുക. തിരുവനന്തപുരത്ത് നിന്നും ആയുർവേദ ഡോക്ടറായ ഡോക്ടർ മായ ഗോപിനാഥ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചും അവയവങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും രോഗം വരാതെയിരിക്കാനുള്ള ആഹാരവിഹാരങ്ങളെക്കുറിച്ചും ആയുർവേദത്തിൽ വിശദമായ പ്രതിപാദ്യങ്ങളുണ്ട്. സ്വസ്ഥവൃത്തം അഥവാ രോഗം വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്, ആതുരവൃത്തം അതായത് രോഗം വന്നാലുള്ള ചികിത്സ, ഇവയാണ് ആയുർവേദത്തിന്റെ പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങൾ. ആരോഗ്യമെന്നാൽ രോഗമില്ലാത്ത അവസ്ഥ എന്നല്ല. ശാരീരികവും മാനസികവും ആത്മീയവുമായ ഊർജ്ജസ്വലതയും പ്രസരിപ്പുമാണ് ആരോഗ്യം. നമ്മുടെ നാട്ടിൽ ഈയിടെയായി പല വിധത്തിലുള്ള പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നത് വളരെയേറെ ആശങ്കാജനകമാണ്. ആരോഗ്യദൃഢഗാത്രനായിരിക്കാൻ ദിനചര്യ, അതായത് ഒരു ഡെയിലി റൂട്ടീൻ ഉണ്ടായിരിക്കണം. ഉറക്കമുണരുമ്പോൾ മുതൽ ഉറങ്ങും വരെ എങ്ങനെ ചിട്ടയായ ജീവിതക്രമം പാലിക്കാം എന്ന് ആയുർവേദത്തിൽ വിശദമായ പ്രതിപാദ്യമുണ്ട്. സമീകൃത ആഹാരം പോലെ തന്നെ ആരോഗ്യത്തിന് ഒരു ചിട്ടയായ ജീവിതക്രമവും വ്യായാമവും അത്യന്താപേക്ഷിതമാണ്. പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ശീലമാക്കിയിരിക്കുകയാണ് നമ്മൾ മലയാളികൾ. ആഹാരമാണ് ജീവന്റെ ആധാരം. ആഹാരം തന്നെ ഔഷധമായി മാറുകയും വേണം. ദഹനശേഷിക്കും ശരീരഭാരത്തിനും ആനുപാതികമായി കൃത്യസമയത്ത് ആഹാരം കഴിക്കുകയും രാസവസ്തുക്കൾ അടങ്ങിയ ദാഹശമനികൾ ഒഴിവാക്കുകയും എണ്ണയിൽ വറുത്തതും എരിവും മസാലയും ഏറിയ ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുകയും വേണം. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ. കൊത്തമല്ലിയോ ജീരകമോ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, കരിവേപ്പിലയും ഇഞ്ചിയും ഇട്ട മോരുവെള്ളം കുടിക്കുക, കരിക്കിൻ വെള്ളം, നന്നാറി സർബത്ത്, പച്ചനെല്ലിക്ക അരച്ച വെള്ളം, തേൻ ചേർത്തത് കഴിക്കുക, കൂവപ്പൊടിയിട്ട് കാച്ചിയ വെള്ളം കുടിക്കുക, അതുപോലെ ഗുളിച്യാദി, ദ്രാക്ഷാദി കഷായ ചൂർണങ്ങൾ തിളപ്പിച്ച പാനീയം, ഇവയൊക്കെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് ദഹിക്കുന്ന ചെന്നലരി, റാഗി, ഗോതമ്പ് ഇവ ചേർന്ന ഭക്ഷണം, വെള്ളരിക്ക, തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട്, ചെറുപയർ, പടവലം, ആപ്പിൾ, ഓറഞ്ച്, തണ്ണിമത്തൻ, മാതള നാരങ്ങ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. അസുഖം വന്നാൽ കൃത്യമായ പരിഹാരമാർഗം തേടാൻ അംഗീകൃത ആയുർവേദ ഡോക്ടറെ സമീപിക്കുകയും കൃത്യമായ ഗുണനിലവാരമുള്ള മരുന്നുകൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക. അനാരോഗ്യകരമായ പുതിയ ഭക്ഷണ രീതികൾ, വ്യായാമം ഇല്ലായ്മ, വൈകിയുള്ള ഉറക്കം, ചെറിയ പനിക്ക് പോലും ഉയർന്ന ഡോസിലുള്ള മരുന്ന് കഴിക്കൽ എന്നിവ ഇന്ന് സാധാരണയായി കാണുന്ന രീതികളാണ്. ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. വർഷത്തിലൊരിക്കൽ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തുന്നത് രോഗനിർണയത്തിന് വളരെയധികം സഹായിക്കും. രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ഇതുവഴി സാധിക്കും. അമിത ഭാരമുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകാൻ കഴിയും. മാത്രമല്ല, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയെല്ലാം കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് രോഗമില്ലെന്ന് ഉറപ്പുവരുത്തുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഏതസുഖവും നേരത്തെ കണ്ടെത്താനും ചികിത്സ ഉറപ്പാക്കാനും ഇത്തരം ചെക്കപ്പുകൾ സഹായിക്കും. ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യവും വളരെ പ്രധാനമാണ്.
മനഃശാസ്ത്രപരമായി ആരോഗ്യമുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവപ്പെടുകയും ജീവിതം നന്നായി ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. മാനസിക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി എപ്പോഴും അവനെ ഒരു വിഷാദവും ശുഭാപ്തി വിശ്വാസമില്ലായ്മയും അലട്ടുന്നതായി കാണാം. അതുമാത്രമല്ല, അവന്റെ ജീവിതത്തിലും ആളുകളുമായുള്ള പരസ്പര ബന്ധത്തിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കാതെയും വരുന്നു. മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ സന്തോഷം ആസ്വദിക്കാനും ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനും സ്നേഹവും ദയയും അടുപ്പവും കാണിക്കാനും നിഷ്പ്രയാസം സാധിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ ജയപ്രകാശ് ആർ. എല്ലാവരിലും ശാസ്ത്രീയ ബോധം സൃഷ്ടിക്കുന്നതിനും ആരോഗ്യമെന്ന പ്രക്രിയയെ ശാസ്ത്രീയമായി സമീപിക്കുന്നതിനും ഉള്ള അവബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിന സന്ദേശത്തിൻ്റെ ലക്ഷ്യം. ആരോഗ്യമെന്നത് കേവലം ശാരീരികമായ ക്ഷേമാവസ്ഥ മാത്രമല്ല, മറിച്ച് അത് മാനസികവും സാമൂഹികവുമായ മെച്ചപ്പെട്ട അവസ്ഥ കൂടിയാണ്. ഇവിടെ മാനസികമായ ക്ഷേമാവസ്ഥ നേടിയെടുക്കുന്നതിന് ശാസ്ത്രീയമായ അവബോധം കൂടി സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഒരാൾക്ക് മാനസിക രോഗമുണ്ടാകുന്നതും ശാരീരിക രോഗത്തെപ്പോലെ തന്നെ പ്രാധാന്യത്തോടെ കാണണം. ഇതിന് മാനസികാരോഗ്യത്തെക്കുറിച്ചും ഒരാളിൽ ഉണ്ടാകാവുന്ന വിവിധ മാനസികാരോഗ്യങ്ങളെക്കുറിച്ചും മാനസിക രോഗങ്ങളെക്കുറിച്ചും ഉള്ള ശാസ്ത്രീയ അവബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാനസികാരോഗ്യത്തെക്കുറിച്ചും മാനസിക രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും വളരെ തെറ്റായ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ രൂഢമൂലമായി നിലനിൽക്കുന്നു. മാനസിക രോഗങ്ങളെ വക്രീകരിച്ച് സിനിമകളിൽ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പ്രവണത വളരെ കൂടുതലാണ്. മാനസിക രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ഈ രീതി തിരുത്തി മാനസികാരോഗ്യത്തെക്കുറിച്ചും മാനസിക രോഗ ചികിത്സകളെക്കുറിച്ചും സമൂഹത്തിൽ ശാസ്ത്രീയ അവബോധം വളർത്തിയെടുക്കണം. അതിനായി ഈ ലോകാരോഗ്യ ദിനത്തിൽ നമുക്ക് കൂട്ടായി യത്നിക്കാം. മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നല്ല ആരോഗ്യം. നമ്മുടെ ഊർജ്ജനില മൊത്തത്തിലുള്ള നമ്മുടെ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും പ്രതിഫലനമാണ്. കൂടുതൽ ഊർജ്ജമുണ്ടെങ്കിൽ ദിവസത്തിലും ജീവിതത്തിലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതിനാൽ തന്നെ നമ്മുടെ ആരോഗ്യവും ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങളും തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ടെന്ന് മിക്ക ആളുകളും മനസ്സിലാക്കുന്നില്ല. ആരോഗ്യമെന്നത് ശരീരത്തിന്റെ പ്രവർത്തനപരവും ഉപാപചയ പ്രവർത്തനക്ഷമതയും ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവുമാണ്. ശാരീരികവും സാമൂഹികവും മാനസികവുമായ വൈകല്യങ്ങളിൽ നിന്ന് ശരീരത്തിന്റെ സുരക്ഷയും ഇതുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നു. ഒരു വ്യക്തിക്ക് തന്റെ ദൈനംദിന ജീവിത ചുമതലകൾ കൃത്യവും ശരിയായതുമായ രീതിയിൽ നിർവഹിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ആരോഗ്യം. ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൂർണ്ണമായും രോഗമില്ലാത്ത അവസ്ഥയെയാണ്. മാനസികവും സാമൂഹികവുമായ ആരോഗ്യം പ്രതിനിധീകരിക്കുന്നത് ഒരു വ്യക്തിക്ക് ഏൽപ്പിച്ച സാമൂഹിക ചുമതലകൾ വൈകല്യമോ തെറ്റോ കൂടാതെ നിർവഹിക്കാനുള്ള കഴിവാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യത്തിന്റെ പ്രാധാന്യം നിസ്സംശയമായും വളരെ വലുതാണ്. ജീവിതശൈലിയിലുള്ള നല്ല മാറ്റങ്ങളും ലളിതമായ ഭക്ഷണക്രമവും ഉറക്കവും നല്ല പെരുമാറ്റ രീതികളും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പ്രയോജനം ചെയ്യും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലത്ത് വൈകാരികമായും ശാരീരികമായും സാമ്പത്തികമായും തയ്യാറാവുന്നതിന് ലോകാരോഗ്യ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യം സമ്പാദിച്ച് ഇതിന്റെ സന്തുലിതാവസ്ഥ വരുത്തി ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. ഓർക്കുക, ആരോഗ്യം നിറഞ്ഞ ജീവിതത്തേക്കാൾ വലുതായ ഒരു സമ്പത്തും ഇന്നുവരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ആരോഗ്യ പരിപാലനത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കാം. അങ്ങനെ ആരോഗ്യം നിറഞ്ഞ ഒരു സമൂഹം തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.